വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജയേഷ്. പി.എസ്.സി പാത്ത് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഈ ക്ലാസിന്റെ PDF ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക. കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പി.എസ്.സി സംബന്ധമായ നോട്ടിഫിക്കേഷൻസ്, സിലബസ് വൈസ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നിവയാണ് ഉള്ളത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ വിൽ ഒക്കർ ഇൻ. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് പുഷ് പുൾ ആംപ്ലിഫയേഴ്സിലാണ്. അതായത് പുഷ് പുൾ ആംപ്ലിഫയേഴ്സിൽ 2 ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്. ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞ് മറ്റേ ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിനെയാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. സോ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ സംഭവിക്കുന്നത് പുഷ് പുൾ ആംപ്ലിഫയേഴ്സിലാണ്. ഇൻ മോഡ് 10 കൗണ്ടർ ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആർ കാസ്കേഡഡ്? മോഡ് 10 കൗണ്ടറിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം അത് കൗണ്ട് ചെയ്യാൻ വേണ്ടി? ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. അതിന് ഇക്വേഷൻ മോഡുലസ് ലെസ് ദാൻ ഈക്വൽ ടു 2n, വേർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. മോഡുലസ് ലെസ് ദാൻ ഈക്വൽ ടു 2n. അതിന് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. 2n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. 2 എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10. ദെൻ 2 എന്ന് പറയുമ്പോൾ 8 ആണ്. അത് 10നെക്കാട്ടും വലുതല്ല. ദെൻ 2 എന്ന് പറയുന്നത് 16 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10. സോ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഒരു മോഡ് 10 കൗണ്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ, അതായത് 0 to 9 വരെ കൗണ്ട് ചെയ്യാൻ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമാണ്. ദ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഓഫ് ജെർമേനിയം PN ജംഗ്ഷൻ ഡയോഡ് doubles for every dash degree Celsius rise in ambient temperature. Answer is 10 degree Celsius. Memory that loses its contents when the power is lost. അത്തരം മെമ്മറിയെയാണ് വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. പവർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ലോസ് ആവും. അത്തരം മെമ്മറീസിനെയാണ് വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഇൻ 8085 the instruction RAL is, RAL എന്ന് പറയുന്നത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്നുള്ളതാണ്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതെന്ന് പറയുന്നത് 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. 8085 ദ ഇൻസ്ട്രക്ഷൻ RAL റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്ന് പറയുന്നത് 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. മോഡേൺ FM റിസീവേഴ്സ് യൂസ് ഡി എംഫസിസ് സർക്യൂട്ട് ഫോർ. FM റിസീവേഴ്സിൽ ഡി എംഫസിസ് സർക്യൂട്ട് വെക്കുന്നത് എന്തിനാണ്? റെഡ്യൂസിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഹൈ ഫ്രീക്വൻസീസ് ഇൻ ഓഡിയോ സിഗ്നൽ. Reducing the amplitude of high frequencies in audio signal. For the sound portion of TV transmission, the deviation ratio is 1.67. Negative feedback reduces the distortion in the amplifier only when it is generated in it. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഡിസ്റ്റോഷൻ റെഡ്യൂസ് ചെയ്യും ആംപ്ലിഫയേഴ്സിൽ. എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ഇറ്റ്. The unit of dielectric strength is kilovolt per meter. The unit of dielectric strength എന്ന് പറയുന്നത് kilovolt per meter. For insulators, the forbidden energy gap in the order of 5 electron volt. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എനർജി ബാൻഡ് ഡയഗ്രം ആണ്. ഇവിടെ ഇൻസുലേറ്റേഴ്സിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ വോൾട്ടും അതിൽ കൂടുതലായിരിക്കും. ഓക്കെ, സോ the conduction band, the difference between conduction band and valence band, ആ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ വോൾട്ടും അതിൽ കൂടുതലായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്, വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആർ ഓവർലാപ്ഡ് ഈച്ച് അതർ.
In the case of semiconductors, the distance between a valence band and conduction band, that will be 1 electron volt or more. അതായത് ഒന്നുകൂടി പറയുകയാണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇൻസുലേറ്റേഴ്സിൽ 5 ഇലക്ട്രോൺ വോൾട്ട് ഓർ മോർ ആണ്. അതേസമയം കണ്ടക്ടേഴ്സിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. അതേസമയം സെമി കണ്ടക്ടേഴ്സിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ഓർ മോർ ആണ്. ഇൻ ആൻ അൺബയാസ്ഡ് ജംഗ്ഷൻ, the thickness of charge of depletion region is in the order of 0.5 micrometer. Schottky barrier diode can be used as low level detector. Schottky barrier diode എന്ന് പറയുന്നത് low level detector ആയിട്ട് യൂസ് ചെയ്യാം. JFET has main drawback of junction field effect transistor has main drawback of having small gain bandwidth product. Small gain bandwidth product. In voltage amplifiers, the load resistance should be as large as possible. വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിൽ RL എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. Darlington amplifier circuit is obtained by cascading two emitter follower amplifiers. ഇതാണ് ഒരു ഡാർലിംഗ്ടൺ പെയർ എന്ന് പറയുന്നത്. 2 എമിറ്റർ ഫോളോവർ സർക്യൂട്ട്സ് ജോയിൻ ചെയ്തതാണ് ഡാർലിംഗ്ടൺ പെയർ എന്ന് പറയുന്നത്. സോ 2 എമിറ്റർ ഫോളോവർ ആംപ്ലിഫയേഴ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ കിട്ടും. To turn off or commutate a thyristor, forced commutation is used. ഒരു തൈറിസ്റ്റർ ഓഫാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ആണ്. തൈറിസ്റ്റേഴ്സ് ആർ നോട്ട് മെയ്ഡ് ബൈ യൂസിങ് ജെർമേനിയം, ബിക്കോസ് തൈറിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ ജെർമേനിയം യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാസ് ഹൈ ലീക്കേജ് കറന്റ്. A tuned amplifier amplifies a narrow band of frequencies. Tuned amplifier എന്ന് പറയുന്നത് നാരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. വിയൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് ബേസിക്കലി എ സൈൻ വേവ് ജനറേറ്റർ. വിയൻ സൈൻ കണക്ഷൻ കിട്ടും. വിയൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത് സൈൻ വേവ് ജനറേറ്റർ ആണ്. ആസ്കി കോഡ് ഈസ് 7-bit കോഡ്. ആസ്കി കോഡ് എന്ന് പറയുന്നത് 7-bit കോഡാണ്. In 8085 microprocessor, the address of next instruction to be executed is stored in 8085 മൈക്രോപ്രൊസസ്സറിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിലാണ്. അതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 8085 മൈക്രോപ്രൊസസ്സർ, the address of next instruction to be executed is stored in PC-ലാണ്, പ്രോഗ്രാം കൗണ്ടർ. A switched mode power supply operating at 20 kilowatts to 100 kilowatts range uses the main switching element MOSFET. ഒരു SMPSന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 കിലോവാട്ട്സ് മുതൽ 100 കിലോവാട്ട്സ് വരെയാണ്. അതിൽ മെയിൻ സ്വിച്ചിങ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് MOSFET ആണ്. വിച്ച് റെപ്രസെൻറ്റ്സ് എ മാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസർ, LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. A UJT, uni junction transistor, with RBB equal to 10 kilo ohm and RB2 അല്ല RB2 ആണ്, RB2 equal to 4 kilo ohm as intrinsic standoff ratio. ഒരു UJTയുടെ ഇൻട്രിൻസിക് സ്റ്റാൻഡോഫ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. RBB തന്നിട്ടുണ്ട്, RB2 തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രിൻസിക് സ്റ്റാൻഡോഫ് റേഷ്യോയുടെ ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു RB1 ഡിവൈഡ് ബൈ RB1 പ്ലസ് RB2. ഈറ്റ ഈക്വൽ ടു RB1 ഡിവൈഡ് ബൈ RBB. RBB എന്ന് പറയുന്നത് RB1 പ്ലസ് RB2. RBB തന്നിട്ടുണ്ട് 10 തന്നിട്ടുണ്ട്, RB2 എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. സോ പ്ലസ് RB1. RB1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 - 4 വിച്ച് ഈസ് 6.
സോ നമുക്ക് എന്ത് കിട്ടി? RB1ന്റെ വാല്യൂ കിട്ടി. അതുപോലെ RBBയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ 6/10 ഈക്വൽ ടു 0.6. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.6 ആയിരിക്കും. ടു ജനറേറ്റ് എ 1 മെഗാഹെർട്സ് സിഗ്നൽ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓസിലേറ്റർ എന്ന് പറയുന്നത് കോൾപിറ്റ്സ് ഓസിലേറ്റർ. കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ് 1 മെഗാഹെർട്സ് സിഗ്നലെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വിച്ച് മെറ്റീരിയൽ ഈസ് ജനറലി യൂസ്ഡ് ഫോർ LED? കോമ്പൗണ്ട്സ് ഓഫ് ഗാലിയം. കോമ്പൗണ്ട്സ് ഓഫ് ഗാലിയം ആണ്. ഗാലിയം ആർസനൈഡ്. അതാണ് ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? LED ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് അതിൻ്റെ LED കളർ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. കളേഴ്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് പറയാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ യൂണിപോളാർ ഡിവൈസ്? FET, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. FET ആണ് യൂണിപോളാർ ഡിവൈസ്. BJT എന്ന് പറയുന്നത് ബൈപോളാർ ഡിവൈസ് ആണ്. ആൻ ഓഡിയോ ഓസിലേറ്റർ യൂസസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ദ ബൈനറി ഇക്വലന്റ് ഓഫ് എ സഫിക്സ് 16. അതിന് ആൻസർ എന്ന് പറയുന്നത് 1010 ആണ്. അതായത് എ സഫിക്സ് 16 ആണ്. ഹെക്സാഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ അത് ഈ ടേബിൾ നോക്കി വെക്കുക. അതായത് 0 to 15 വരെയുള്ള ബൈനറിയുടെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ്. 0 to 9 വരെ അതേ ബൈനറി തന്നെയാണ് വരുന്നത്, നോർമൽ ബൈനറി. 10 കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക. 10ന് റെസ്പോണ്ടിങ് A ആണ്. 11 B, കണ്ടിന്യൂസ്ലി ABCDEF. 15 എന്ന് പറയുന്നത് F ആണ്. സോ 10ന് ശേഷം 9ന് ശേഷം 10 മുതലാണ് വരുന്നത് ABCDEF എന്നുള്ളത്. സോ 16 എന്ന് പറയുന്നത് 1010. A16, അതായത് എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് 1010. സിഗ്നൽ അറ്റുനേഷൻ മീൻസ് വീക്കനിങ്. The power factor of a resonant circuit in series RLC circuit will be 1. The power factor of a RLC series resonant circuit is 1. In a home TV, the lead from antenna is a twin wire fat ribbon of 300 ohm. In a home TV, the lead from the antenna is a twin wire of fat ribbon of 300 ohm. HDD stands for hard disk drive. HDD എന്ന് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. വോൾട്ടേജ് ഫോർ കൺട്രോൾ ഗ്രിഡ് ഈസ് സപ്ലൈഡ് ബൈ. വോൾട്ടേജ് ഫോർ കൺട്രോൾ ഗ്രിഡ് ഈസ് സപ്ലൈഡ് ബൈ. അത് CROയിലെ ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് ഫോർ കൺട്രോൾ ഗ്രിഡ് ഈസ് സപ്ലൈഡ് ബൈ EHT, എക്സ്ട്രാ ഹൈ ടെൻഷൻ. An antenna is a device that converts guided electromagnetic wave into free space electromagnetic wave and vice versa. ആന്റിനയുടെ ഫംഗ്ഷൻ ആണ് that converts guided electromagnetic wave into free space electromagnetic wave and vice versa. To connect several microphone, public address amplifier system required mixers. VHF range is between 30 MHz to 300 MHz. The two color different signal is designated as in PAL. PAL സിസ്റ്റത്തിലെ ടു ഡിഫറെൻറ്റ് കളർ സിഗ്നൽസ് ആണ് U and V സിഗ്നൽ. 39th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റിക് PMMC ഡിവൈസ്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഡിവൈസ്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഡിവൈസ്. അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അൽനിക്കോ ആണ്. അൽനിക്കോ. By using Boolean algebra, a plus a bar equal to 1. The antenna is matched to the RF amplifier by the help of balloon. The antenna is matched to the RF amplifier by the help of balloon. What is the type of active component used in
ഇലക്ട്രോണിക് ട്യൂണിംഗ്. ഇലക്ട്രോണിക് ട്യൂണിങ്ങിന് ഉപയോഗിക്കുന്ന ആക്റ്റീവ് കമ്പോണന്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? വാരക്ടർ ഡയോഡ്. വാരക്ടർ ഡയോഡ്. LNBC stands for Low Noise Block Down Converter. LNBC, Low Noise Block Down Converter. In the truth table of JK flip-flop, the condition J equal to K equal to 1 represents toggle. ജെയും കെയും 1 ആകുമ്പോൾ JK flip-flop എന്ന് പറയുന്നത് ടോഗിൾ കണ്ടീഷനിലായിരിക്കും. The heart of oscilloscope is CRT, കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബാണ് ഓസിലോസ്കോപ്പിന്റെ ഹേർട്ട് എന്ന് പറയുന്നത്. The technique used to generate HV in EHD is split addition. Split addition. A bistable circuit used to produce a rectangular output waveform is സ്മിത്ത് ട്രിഗർ. ഓക്കെ, സ്മിത്ത് ട്രിഗർ എന്ന് പറയുന്നത് സൈൻ വേവിനെ സ്ക്വയർ വേവ് ആക്കുന്ന ഡിവൈസാണ് സ്മിത്ത് ട്രിഗർ എന്ന് പറയുന്നത്. അതിനെ പറയുന്നത് ബൈസ്റ്റേബിൾ സർക്യൂട്ട് എന്നും പറയാറുണ്ട്. In AM radio receiver, the detection process is done by using diode detector. AM റേഡിയോ റിസീവറിൽ ഡയോഡ് ഡിറ്റക്ടറാണ് ഡിറ്റക്ഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് FM റേഡിയോ റിസീവർ. ശ്രദ്ധിക്കണം, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി FM-ന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 10.7 മെഗാഹെർട്സ്. FM-ന്റെ IF ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10.7 ആണ്. അതേസമയം AM-ന്റെ IF ഫ്രീക്വൻസി എന്ന് പറയുന്നത് 455 കിലോഹെർട്സ് ആണ്, 455 കിലോഹെർട്സ്. Question number 51. The frequency of oscillation of RC phase shift oscillator. RC phase shift oscillatorന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിക്കൽ ഇക്വേഷൻ ആണ് F equal to 1 by 2 pi root 6 RC. 1 by 2 pi root 6 into RC. Zener diodes are reverse biased and heavily doped. സ്ഥിരം ക്വസ്റ്റൻ ആണ്. സെനർ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഡയോഡാണ്, കൂടാതെ അത് ഹെവിലി ഡോപ്ഡ് ആണ്. The ability of a material to hold its magnetism after the magnetizing force has been removed. ആ പ്രോപ്പർട്ടിയെ പറയുന്നതാണ് റിട്ടൻറ്റിവിറ്റി. റിട്ടൻറ്റിവിറ്റി. ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് 1/R എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസ്. SCR ഹാസ്, ഇത് SCR എന്ന് പറയുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. അതിൻ്റെ PSC ക്യാൻസൽ ചെയ്തായിരുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു PN ഡിവൈസ് ആണ്. 3 ജംഗ്ഷൻസ് ആണുള്ളത്. ജംഗ്ഷൻ 1, ജംഗ്ഷൻ 2, ജംഗ്ഷൻ 3. 3 ടെർമിനൽസ്: ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ് ടെർമിനൽ. Band 2, that is 88 to 108 മെഗാഹെർട്സ് is used for. 88 മുതൽ 108 മെഗാഹെർട്സ് വരെ യൂസ് ചെയ്യുന്നത് FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയാണ്. FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. The basic building block of any counter is flip-flop. Kirchhoff voltage law is concerned with. അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് PSC, ഓപ്ഷൻസിലില്ല. Ferrite cores commonly used at high frequencies that decreases core loss. Ferrite cores commonly used at high frequencies decreases the core loss. Rating of battery is usually expressed in ampere hour. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. Rating of battery is usually expressed in ampere hour. The average value of AC current is given by I equal to 100 sin 100 pi t. ഇതിൻ്റെ ഒരു AC കറണ്ട് വേവ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. AC കറണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം I equal to IM sin ഒമേഗ പൈ ടി. സോ അതിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into IM by pi. 2 into IM by pi. IM എന്ന് പറയുന്നത് ഈ 100 ആണ്. സോ 2 into 100 by pi. അത് സോൾവ് ചെയ്യുമ്പോൾ 63.7 എന്ന് കിട്ടും. 63.7. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ആവറേജ് വാല്യൂ ഓഫ് AC കറണ്ട് I average equal to 2 into IM by pi. 2 into IM by pi.
Resonance curve shows the variation of circuit current with the frequency. റെസൊണൻസ് കർവ് പ്ലോട്ട് ചെയ്യുന്നത് ഏതിലൊക്കെ ബേസ് ചെയ്താണ്? കറന്റിനെയും ഫ്രീക്വൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. The time constant of RL circuit is lambda equal to L by R second. The time constant of RL circuit is lambda equal to L by R seconds. Avalanche breakdown is primarily dependent on the phenomenon of collision. Avalanche breakdown എന്ന് പറയുമ്പോൾ collision ആണ്. Collision. Avalanche breakdown connects to collision. The depletion region of a junction is formed during the manufacturing process. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ശ്രദ്ധിച്ച് എഴുതുക. ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് ഓഫ് എ ജംഗ്ഷൻ ഈസ് ഫോം ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. മാനുഫാക്ചറിങ് പ്രോസസ്. ദ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആർ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ഇതൊക്കെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആണ്. ഡിപ്ലീഷൻ റീജിയൻ ഓഫ് പി എൻ ജംഗ്ഷൻ കണ്ടെയ്ൻസ് ഇമ്മൊബൈൽ അയോൺസ്. ഒരു പി എൻ ജംഗ്ഷന്റെ ഡിപ്ലീഷൻ റീജിയനിൽ ഉള്ളത് ഇമ്മൊബൈൽ അയോൺസ് മാത്രമാണ്. ദാറ്റ് റീജിയൻ ഈസ് depleted of charge carriers. Counters can be also used for measurement of frequency. കൗണ്ടേഴ്സിൻ്റെ വേറൊരു അപ്ലിക്കേഷൻ ആണ്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഫ്രീക്വൻസിയെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇൻ ടണൽ ഡയോഡ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് ടണൽ ഡയോഡിനാണ്. എ കോയിൽ ഹാസ് XL equal to 1000 ohm. If both its inductance and frequency are doubled, its reactance will becomes. അതായത് ഒരു കോയിലിൻ്റെ റിയാക്റ്റൻസ് തന്നിട്ടുണ്ട് XL equal to 1 kilo ohm. അതിൻ്റെ ഇൻഡക്റ്റൻസും എല്ലും ഫ്രീക്വൻസിയും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4000 ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് XL equal to ഒമേഗ എൽ വിച്ച് ഈക്വൽ ടു 1000 ohm. അത് തന്നിട്ടുണ്ട്. XL എന്ന് പറയുന്നത് ഒമേഗ എൽ ആണ്, അത് 1000 ohm ആണ്. ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിരിക്കുന്നു L ഡബിൾ ചെയ്തു, ഒമേഗ ഡബിൾ ചെയ്തിരിക്കുന്നു. സോ 2 into ഒമേഗ into 2 into L. സോ 4 into 1000. ദാറ്റ് വിൽ ബി 4000. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4000 ആണ്. Q factor of parallel circuit is Q equal to 2 into pi into F0 L divided by R. 2 pi FL by R. Q factor of parallel circuit. Parallel circuitന്റെ Q factor എന്ന് പറയുന്നത് 2 pi FL divided by R. Coefficient of coupling is measured in K equal to M divided by root of L1 into L2. എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. Coefficient of coupling K equal to M divided by root of L1 into L2. A circuit with many inputs but only one output. അത് പറയുന്നതാണ് മൾട്ടിപ്ലെക്സർ. മൾട്ടിപ്ലെക്സറിൽ മെനി ഇൻപുട്സും ഓൺലി വൺ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. ദ മെത്തേഡ് ഓഫ് വൈൻഡിങ് ഓഫ് ഇൻഡക്ടർ ഹണികോംബ് ആൻഡ് ടൊറോയിഡ്. The method of winding of inductor is honeycomb and toroid. 1 Henry എന്ന് പറയുന്നത് L equal to N5 by pi. 1 Henry equal to N5 by pi. The torque which stops the oscillation of the pointer of an instrument is called damping torque. The torque which stops the oscillation of the pointer of an instrument is called damping torque. A photosensitive resistor is LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. അതുകൊണ്ടാണ് ഫോട്ടോസെൻസിറ്റീവ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ലൈറ്റിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ആവും. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് മെഷേർഡ് ബൈ ഹൈഡ്രോമീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. ദ റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ
ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹെർട്സ് ആണ്. 100 ഹെർട്സ് ആണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എ ഫ്രീക്വൻസി കൺവെർട്ടർ സ്റ്റേജ് ഇൻ റേഡിയോ റിസീവർ കണ്ടെയ്ൻസ് മിക്സർ ആൻഡ് ലോക്കൽ ഓസിലേറ്റർ. എ ഫ്രീക്വൻസി കൺവെർട്ടർ സ്റ്റേജ് ഇൻ റേഡിയോ റിസീവർ കണ്ടെയ്ൻസ് മിക്സർ ആൻഡ് ലോക്കൽ ഓസിലേറ്റർ. നമ്മുടെ സൂപ്പർ എക്ട്രോഡൈൻ റിസീവറിൽ ഉള്ള ഒരു മെയിൻ ബ്ലോക്സ് ആയിരുന്നു മിക്സറും ലോക്കൽ ഓസിലേറ്ററും. അതൊരു റേഡിയോ റിസീവറാണ്. സോ ഫ്രീക്വൻസി കൺവെർട്ടർ സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മിക്സറും ലോക്കൽ ഓസിലേറ്ററിൻ്റെ കോമ്പിനേഷനാണ്. സോ ഇത്രയുമാണ് അതിൻ്റെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം 20 ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക. താങ്ക് യു ഓൾ.